ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ. അതിനായി നമ്മൾ പച്ചക്കറികൾ എടുത്തു വച്ചിരിക്കുകയാണ്. ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ. ഇവിടങ്ങളിൽ നമ്മൾ പാവയ്ക്ക, ബീട്രൂട്ട്, വെണ്ടയ്ക്ക ഇതൊന്നും ഉപയോഗിക്കില്ല. ബാക്കി മിക്കവാറും എല്ലാ പച്ചക്കറികളും അവിയലിൽ ഇടാറുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മുറിച്ചെടുത്തിട്ട് നമുക്ക് തൊലി കളഞ്ഞ് ആദ്യം കഴുകിയിട്ട് മുറിക്കാം, അതല്ലെങ്കിൽ മുറിച്ച് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാം. ഞാനിവിടെ ആദ്യം മുറിച്ചെടുക്കുവാണ്. തൊലി കളഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് മുറിക്കേണ്ടത്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, നീളത്തിൽ കനം കുറഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കണം. കണ്ടോ, ആ ഒരു കഷ്ണത്തിൻ്റെ വലുപ്പത്തിൽ ആ ഒരു രീതിയിൽ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ നമുക്ക് മുറിച്ചെടുക്കണം. അതിൽ തക്കാളിയും പച്ചമുളകും ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ തക്കാളിക്ക, പച്ചമുളക്, കറിവേപ്പില എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അടുപ്പിൽ ഞാനൊരു വലിയ ചട്ടി വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർക്കാം. അപ്പോൾ ചേന പോലെയുള്ള വേവുള്ള കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം ചേർക്കണം. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചേനയില്ല. ബാക്കിയുള്ള കഷ്ണങ്ങൾ മിക്കവാറും എല്ലാം ഒരേ വേവുള്ളതായതുകൊണ്ട് ഞാനതെല്ലാം ഒരുമിച്ചാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് കൂടെ അതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് പതുക്കെ ഇളക്കി വെച്ചിട്ട് നമുക്കിത് മൂടി വയ്ക്കണം. അതിനു മുന്നേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, അത് മുറിച്ച് അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടുവാണേ. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഈ പച്ചക്കറികളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടണം. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായി ഞാൻ ഒരു മുറി തേങ്ങ മുഴുവനായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിനായി നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 5 വലിയ പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണേ. ഇടയ്ക്ക് നമ്മളതൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. അതിരുന്ന്, കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അപ്പോൾ കരിഞ്ഞൊന്നും പോകരുത്. ഇടയ്ക്ക് നോക്കുക. നോക്കിയപ്പോൾ നോക്കി എത്ര വെള്ളം അതിൽ നിന്ന് ഊറി വന്നിരിക്കുന്നത്. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ അടിയിലേക്ക് കണ്ടോ കുറേ വെള്ളം ഊർന്നു വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ തന്നെ, അതിൻ്റെ ആവിയിൽ തന്നെ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും. ഇങ്ങനെ കഷ്ണങ്ങൾ കുറച്ച് വേവായെന്ന് തോന്നുമ്പോൾ അതിൻ്റെ ആ നടുക്ക് ഭാഗത്തേക്ക് ഞാനിപ്പോൾ കുഴിച്ച് നോക്കിയില്ലേ, അങ്ങോട്ടേക്ക് നമ്മൾ ആ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ജീരകവും ചേർന്ന ആ കൂട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒരു തവണ ഞാനിതൊന്ന് ഇളക്കി നോക്കിയായിരുന്നു. ആ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തേക്കുമാക്കി ഒന്ന് ഇളക്കി ചേർത്ത് ഞാൻ വെച്ചു. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിയായിട്ട് ഞാനിവിടെ തൈരാണ് ചേർത്തത്. കട്ട തൈര്, ഒരു തവി തൈര് ഞാൻ അതിലേക്ക് ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കുവാണ്. ഇതാ കണ്ടോ, കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷായിട്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് തൂകാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അതായത് ചതയ്ക്കാതെ വെച്ചിരുന്ന തേങ്ങാപ്പീര ഒരു പിടി അതെടുത്ത് മാറ്റി വെച്ചാലും മതി. ആദ്യം തന്നെ ആ ഒരു പിടി തേങ്ങാപ്പീര കൂടി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി പാത്രം മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. 4-5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കഷ്ണങ്ങളൊന്നും വല്ലാതെ കുഴഞ്ഞൊന്നും പോവാതെ ഡ്രൈ ആയിട്ടുള്ള നല്ലൊരു അവിയലാണ്. നല്ലൊരു സ്മെല്ല് വരും ഇപ്പോൾ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് തന്നെ. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കാം. താങ്ക് യു.